നമസ്കാരം, എൻ്റെ പേര് ജിബിൽ പെരേര. കാവിശികയിലെ വൈലോപ്പിള്ളി ഗ്രൂപ്പ് അംഗമാണ്. യുദ്ധം എന്ന മഹാവിപത്തിനെതിരെ കാവിശിക നടത്തുന്ന ഒരു മഹായജ്ഞമാണ് സമാധാന ജ്വാല. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം എന്നും മാനവരാശിക്ക് നഷ്ടങ്ങളെ സമ്മാനിച്ചിട്ടുള്ളൂ. അത് അങ്ങ് ചരിത്രകാലം തൊട്ട് ഇന്ന് വരെ അതിന് യാതൊരു മാറ്റവുമില്ല. അതിന് നമുക്ക് മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ യുദ്ധത്തെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഒരുപോലെ കൈകോർക്കാം. ആ മഹായജ്ഞത്തിന് കവിതാ കൂട്ടായ്മയായ കാവിശിക മുന്നോട്ട് വയ്ക്കുന്ന ഒരു മഹായജ്ഞം തന്നെയാണ് സമാധാനജ്വാല. ഈ സമാധാനജ്വാലയിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് അധ്യക്ഷപദം അലങ്കരിക്കാൻ എത്തിയിരിക്കുന്ന ദർശന ചേച്ചിയാണ്. കാവിശികയിൽ കവിത കൊണ്ടും സജീവ സാന്നിധ്യം കൊണ്ടും എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ദർശന ചേച്ചി. ദർശന ചേച്ചി കവിതകൾക്കൊപ്പം തന്നെ കവിതാ വിലയിരുത്തലുകളും വിമർശനങ്ങളുമായി കാവിശികയുടെ ഒരു നെടുന്തൂണായി എന്നും നിലനിൽക്കുന്നു. ശ്രീ ദർശന ചേച്ചിക്ക് കാവിശികയുടെ പേരിലും എൻ്റെ പേരിലും ഈ മഹായജ്ഞത്തിലേക്ക്, സമാധാനജ്വാല എന്ന ഈ മഹായജ്ഞത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാവിശികയിൽ അടുത്തതായി പറയേണ്ടത് കാവിശികയുടെ വൈലോപ്പിള്ളി ടീമുകളിലെ സാരഥിയായ നമ്മുടെ സുഭാഷിണി ടീച്ചറെയാണ്. സുഭാഷിണി ടീച്ചർ കാവിശികയിൽ അന്നും ഇന്നും അങ്ങോളം ഇങ്ങോളം കവിത കൊണ്ടും ശ്രദ്ധേയമായ പ്രവർത്തനം കൊണ്ടും എന്നും എപ്പോഴും ഒരു മുതൽക്കൂട്ടായി നമുക്ക് മുന്നിലുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ സുഭാഷിണി മഹാദേവനെ സ്വാഗതം ചെയ്തു. കാവിശികയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ സജീവമായി എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ രത്ന വികാസ്. വ്യത്യസ്തമായ കവിതകൾ കൊണ്ടും ശ്രദ്ധേയമായ പ്രവർത്തനം കൊണ്ടും എന്നും എല്ലാവരുടെയും ഒരുപോലെ ജനപ്രിയ ഒരു അംഗമാകാൻ, കാവിശികയിൽ ഒരു ജനപ്രിയ അംഗമാകാൻ കൂടി രമണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നന്ദി പറയാൻ, ഈ ഒരു സമാധാനജ്വാലയ്ക്ക് നന്ദി പറയാൻ എത്തുന്ന രമണയ്ക്കും ഈ സമാധാനജ്വാലയുടെ ഈ കൂട്ടായ്മയിലേക്ക് എൻ്റെ പേരിലും കാവിശികയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം തന്നെ ഈ ഒരു മഹായജ്ഞത്തിനും കാവിശികയ്ക്കും എന്നും നെടുന്തൂണും ചുക്കാനും പിടിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാവണി മാഷിനെയും, ഇതിനെല്ലാം പുറമെ ചാക്കോ മാഷ്, പിന്നെ ഗ്രൂപ്പിൻ്റെ മറ്റ് അഡ്മിൻ മെമ്പേഴ്സ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കാവിശികയുടെ സമാധാനജ്വാല 7ാം ഘട്ടം 42ാം ദിനം 2025 ജൂലൈ 28-ാം തീയതി തിങ്കളാഴ്ച. ഈ സമാധാനജ്വാലയിൽ ഞാൻ അണിചേർന്നു. യുദ്ധം ഏറ്റവും മനുഷ്യത്വഹീനമായ ഒരു പ്രവൃത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. ലോക മുതലാളിത്തത്തിന്, ലോകമെമ്പാടും വേരുറപ്പിക്കുന്നതിന് രാഷ്ട്രത്തലവന്മാർ ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ട് യുദ്ധം പല തലങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായി നിലയ്ക്കാത്ത നിരവധി യുദ്ധ അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഈ ഓരോ യുദ്ധങ്ങളിലും നിരപരാധികളായ അനവധി മനുഷ്യരാണ്, കുഞ്ഞുങ്ങളാണ് പീഡകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഹീനമായ യുദ്ധതന്ത്രങ്ങൾ
നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലും പാലസ്തീനും ഇടയിൽ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിലാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ പെട്ടുപോയ ഒരു തുരുത്ത് ഗസയിലെ നിരപരാധികളായ നിരവധി മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വഹീനമായ യാതനകൾ എന്നും നമുക്ക് മുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാർത്തകൾ, തെരുവിൽ കുഴഞ്ഞു വീഴുന്ന, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അലഞ്ഞു നടക്കുന്ന അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അതുപോലെയുള്ള നിരവധി മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ അവർക്കിടയിലേക്ക് മിസൈൽ പായിക്കുന്ന മനുഷ്യത്വഹീനമായ നടപടിക്രമങ്ങൾ. ഈ ഒരു സന്ദർഭത്തിലാണ് ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകയായ സറ അൽ-അക്കാരിയുടെ ഹൃദയസ്പർശിയായ കുറിപ്പ് ശ്രദ്ധേയമാകുന്നത്. യുദ്ധമില്ലാത്ത ഒരു നാട്ടിലിരുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് ഈ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുഴഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തക തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് ധാന്യങ്ങൾ ശേഖരിച്ച് അത് വൃത്തിയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി ഭദ്രമായി അടച്ച് അതിനുള്ളിൽ കുറിപ്പുകളിട്ട് അത് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. യാതൊരു ഉറപ്പുമില്ല ഈ കുപ്പികൾ വെള്ളം കയറി നശിച്ചു പോകുമോ, അല്ലെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് ആണുപോകുമോ, അതോ കാറ്റിനൊപ്പം കടൽ തീരങ്ങളിലെത്തി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുമോ എന്ന യാതൊരു ധാരണകളുമില്ലാതെ കടലിലേക്ക് ഇങ്ങനെ ഇപ്രകാരം ധാന്യങ്ങൾ നിറച്ച അനവധി കുപ്പികൾ വലിച്ചെറിഞ്ഞ് കടൽ തീരത്ത് നിസ്സഹായിയായിരിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയുടെ ഒരു ചിത്രം, വേദനിപ്പിക്കുന്ന ഒരു ചിത്രം. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അവൾക്ക് ലഭിച്ച നിരവധിയായ സന്ദേശങ്ങളിൽ നിന്ന് ആ കുപ്പികളിൽ ചിലത് ഗസയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ്. ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലെ ഒരു ഡോക്ടറുടെ ശ്രദ്ധേയമായ ഒരു ഫോൺ സന്ദേശത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ കുപ്പികൾ കടൽ തീരങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ധാന്യങ്ങൾ നിറച്ച ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ആ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ തുറന്ന് അതിനുള്ളിലെ കുറിപ്പുകളിൽ ഉമ്മ വയ്ക്കുന്നതും ഒക്കെയായി വളരെ ഹൃദയസ്പർശിയായ ഒരു ഫോൺ സന്ദേശം കൂടി അവൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ യുദ്ധത്തിനെതിരെ ആ വേദനകൾ കണ്ട് സഹിക്കാൻ പറ്റാത്ത അനവധി പേർ ഇതുപോലെ ഓരോ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഓരോ പ്രവൃത്തികളിലൂടെ യുദ്ധത്തിൽ നരകിക്കുന്നവർക്ക് വേണ്ടി വിശപ്പും ദാരിദ്ര്യവും സഹിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടി തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാവിശിക കവിതകളിലൂടെ അല്ലെങ്കിൽ കവികളുടെ ഈ കൂട്ടായ്മയിലൂടെ ഈ നൽകുന്ന ഒരു സന്ദേശം, ഇത്തരം യുദ്ധങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല, ഇത്തരം യുദ്ധങ്ങൾ തന്നെ ഇല്ലാതാകണം എന്നുള്ള ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് 2025 ജൂൺ 17 ആരംഭിച്ച ഈ സമാധാന ജ്വാലയിൽ നിരവധി പ്രശസ്തരും അപ്രശസ്തരുമായ എഴുത്തുകാർ, കവികൾ എല്ലാവരും അണിചേരുകയുണ്ടായി. മുൻപ് മണിപ്പൂരിൽ കലാപം നടന്നപ്പോഴും ഇന്ത്യയൊട്ടാകെ വർഗീയ കലാപങ്ങൾ നടന്നപ്പോഴും അതുപോലെയുള്ള മനുഷ്യത്വഹീനമായ ഓരോ പ്രവൃത്തികൾ നടക്കുമ്പോഴും കാവിശിക തങ്ങളുടേതായ തരത്തിൽ ഈ
പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് കാവിശിക. കാവിശികയുടെ ഈ സമാധാന ജ്വാല 7ാം ഘട്ടം 42ാം ദിനം 2025 ജൂലൈ 28-ന് ഈ സമാധാന ജ്വാല തെളിയിക്കുന്നത് കാവിശികയുടെ മുന്നണി പ്രവർത്തക കൂടിയായ ഡോക്ടർ സുഭാഷിണി മഹാദേവനാണ്. ഈ സമാധാന ജ്വാലയ്ക്ക് അന്നേ ദിവസം സ്വാഗതം ആശംസിക്കുന്നത് കാവിശികയുടെ യുവ കവിയും എഴുത്തുകാരനുമായ ജിബിൽ പെരേരയാണ്. കാവിശികയുടെ സജീവ പ്രവർത്തകയായ രമ്ന വികാസ് കാരായിയാണ് ഈ സമാധാന ജ്വാലയ്ക്ക് നന്ദി പറയുന്നത്. കാവിശികയുടെ ഇതോടൊപ്പം അണിചേരുന്ന മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് യുദ്ധത്തിനെതിരെ ഞാനും കാവിശികയ്ക്ക് ഒപ്പം ചേരുന്നു. പ്രിയമുള്ളവരെ, ഡോക്ടർ സി രാവുണ്ണി ചെയർമാനും ചാക്കോടി അന്തിക്കാട് കൺവീനറുമായി കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖ എന്ന സംഘടന യുദ്ധത്തിനെതിരെ സമാധാന ജ്വാല എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2025 ജൂൺ 17 തുടങ്ങിയ ഈ ജ്വാലാപ്രവാഹം, ജ്വാലാപ്രയാണം എന്നേക്ക് 42ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈലോപ്പള്ളി ടീം തുടങ്ങിവെക്കുന്ന ഈ 7ാം ഘട്ടം സമാധാന ജ്വാലയുടെ പ്രയാണത്തിന് ഇനിയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇനിയും അവസരങ്ങൾ ഒരുക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കവി സച്ചിദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമാധാന ജ്വാലയുടെ തീപ്പന്തവുമായി 1000-ലധികം കവികളാണ് ഇതുവരെ കവിതകൾ എഴുതി സമാധാന ജ്വാലയ്ക്ക് കൂട്ടായി നിൽക്കുന്നത്. ഏതു കാലത്തും യുദ്ധത്തിനെതിരെ, മാനവ വിപത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ അക്ഷരജ്വാലയിലൂടെ എതിർപ്പുകളുമായി വന്നിട്ടുണ്ട്. ഏത് പീരങ്കിയെയും അറുത്തുമാറ്റാൻ കെൽപ്പുള്ളതാണ് അക്ഷരജ്വാലകൾ. ഒരു വജ്രത്തിനും അക്ഷരജ്വാലയെ തല്ലിക്കെടുത്താൻ ആവില്ല. അങ്ങനെയുള്ള എഴുത്തുകാരാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുള്ളത്. മഹാഭാരത യുദ്ധം മുതൽ കലിംഗ യുദ്ധം, ലോകമഹായുദ്ധങ്ങൾ തുടങ്ങി എല്ലാ യുദ്ധങ്ങളും നാശം മാത്രമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്. ഇറാൻ ഇസ്രായേൽ യുദ്ധവും മറ്റൊന്നല്ല ലോകത്തിനു വേണ്ടി നടത്തിക്കൊടുക്കുന്നതും. സ്വേച്ഛാധിപതികളായ ഫാസിസത്തിൻ്റെ സമ്രാട്ടുകൾ അവരുടെ യുദ്ധക്കോപ്പുകൾ വിറ്റഴിക്കുന്നതിനു വേണ്ടി പാവപ്പെട്ട
രാജ്യങ്ങളുടെ മേൽ യുദ്ധമുറകളുമായി വരുമ്പോൾ അനാഥരാക്കപ്പെടുന്ന കുട്ടികളും സ്ത്രീകളും വൃദ്ധജനങ്ങളും എന്തിനെ മാനവകുലം മുഴുവൻ തേങ്ങുകയാണ്. ഒരു സാന്ത്വനത്തിനു വേണ്ടി യാചിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പാവപ്പെട്ട കുട്ടികൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഭിക്ഷാപാത്രവുമായി ക്യൂ നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് നിറക്കൊഴിച്ചുകൊണ്ട് അവരെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഇത്രയും പൈശാചികമായ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് വല്ലാതെ വെന്തുപോകും. ഈ ക്രൂരതകൾക്കെതിരെ, ഈ നരഹത്യക്കെതിരെ, ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മയ്ക്കെതിരെ മാനവരാശിയെ മുച്ചൂടും മുടിക്കാൻ താല്പര്യം കാണിച്ചിരിക്കുന്ന സ്വേച്ഛാധിപതികൾക്കെതിരെ, ഫാസിസത്തിനെതിരെ നമ്മൾ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇതിൽ നമ്മൾക്ക് ഇടപെടേണ്ട എന്ന് വിചാരിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല. ജീവനുള്ളിടത്തോളം കാലം കണ്ണും കരളും കാതും തുറന്ന് സമൂഹത്തിലേക്ക് നോക്കിയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് യുദ്ധത്തിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. അത് തന്നെയാണ് കാവ്യശിഖ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും മഹത്തായ ദൗത്യം. ഏത് യുദ്ധവും എന്ത് നേടിത്തന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് നാശം വിതയ്ക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ യുദ്ധം ചെയ്തവനും യുദ്ധം നേരിട്ടവനും ഒന്നും ലോകത്തിനു വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വലിയ സത്യമുണ്ട്. ലോകം തുടങ്ങിയ കാലം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, തുടങ്ങുന്ന ഈ യുദ്ധം എന്നും അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആന്തരികമായും മാനസികമായും യുദ്ധനീതി പുറപ്പെടുവിക്കുമ്പോൾ, യുദ്ധം കഴിയുമ്പോഴാണ് എന്ത് നേടി എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഈ ചിന്ത കാലങ്ങളായി മാനവരാശിക്ക് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോഴും ഒരിക്കലും അടങ്ങാത്ത, ഒടുങ്ങാത്ത ദാഹം, സ്വത്തിനു വേണ്ടിയുള്ള ദാഹം. ഓരോ യുദ്ധവും എന്ത് നേടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നും നേടിക്കൊടുത്തില്ല എന്ന് മനസ്സിലാവും. സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ രാജ്യം മറ്റ് രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചുകൊണ്ട് വിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുമ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യനായി ഒന്നും നേടാനാവാത്ത ഒരു കാലത്തിലേക്ക് അവന് സഞ്ചരിക്കേണ്ടി വരുന്നു. യുദ്ധമല്ല, സമാധാനമാണ് എന്നും മാനവരാശി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ സാംസ്കാരിക മുന്നേറ്റവും അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാവ്യശിഖയും നമ്മുടെ മനുഷ്യൻ്റെ, മാനവരാശിയുടെ സമാധാനത്തിനു വേണ്ടി, ശാന്തിക്ക് വേണ്ടി, യുദ്ധത്തിനെതിരെ ഒരു വലിയ മുന്നേറ്റമാണ് സമാധാന ജ്വാല എന്ന ഒടുങ്ങാത്ത അക്ഷരപന്തത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അക്ഷരപന്തം പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം യുദ്ധത്തിനും ഒരു കാലത്തും അവസാനമുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അക്ഷരപന്തങ്ങൾക്കും ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. എന്നാലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ എന്തെങ്കിലും കുറച്ച് സമാധാനത്തിനു വേണ്ടി ചെയ്യുക എന്നതാണ് അവൻ്റെ ജീവിത ദൗത്യമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാവ്യശിഖയുടെ ഈ സമാധാന ജ്വാലയ്ക്ക് വൈലോപ്പിള്ളി ടീമിൻ്റെ 7ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്.
സർവസംഹാരിയാം യുദ്ധമെരിച്ചിടാൻ ഒത്തൊരുമിച്ചു മുന്നേറുക നാം. സർവസംഹാരിയാം യുദ്ധമെരിച്ചിടാൻ ഒത്തൊരുമിച്ചു മുന്നേറുക നാം. മാനവരാശിക്ക് ശാന്തി ലഭിക്കുവാൻ ധീരതയോടെ പൊരുതുക നാം. മാനവരാശിക്ക് ശാന്തി ലഭിക്കുവാൻ ധീരതയോടെ പൊരുതുക നാം. നാളേക്കു വേണ്ടി മണ്ണിലും വിണ്ണിലും, നാളേക്കു വേണ്ടി മണ്ണിലും വിണ്ണിലും സ്വപ്നം നിറയ്ക്കുക കണ്ണുകളിൽ. നാളേക്കു വേണ്ടി മണ്ണിലും വിണ്ണിലും സ്വപ്നം നിറയ്ക്കുക കണ്ണുകളിൽ. വൈലോപ്പിള്ളി ടീമിൻ്റെ ഈ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എക്കാലവും ശാന്തി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ രമന വികാസ്കാരായി. ഇന്നെന്നിൽ നിക്ഷിപ്തമായ കർമ്മം ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. സമാധാന ജ്വാല ക്യാമ്പയിൻ അക്ഷരങ്ങളുടെ ഒരു തീജ്വാല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്കിടയിൽ തീപ്പൊരിയായി പടർത്താൻ അഹോരാത്രം പ്രയത്നിച്ച കാവ്യശിഖയുടെ ഞങ്ങളുടെ സ്വന്തം രാവണി മാഷിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സമാധാന ജ്വാല അധ്യക്ഷ പദം അലങ്കരിച്ചത് ദർശന ടീച്ചറാണ്. ദർശന ടീച്ചർക്ക് കാവ്യശിഖയുടെ പേരിലും സമാധാന ജ്വാല ക്യാമ്പയിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് സ്വാഗത ഭാഷണം നടത്തിയത് പ്രിയ സുഹൃത്ത് ജിബിൽ പെരേരയാണ്. ജിബിൽ പെരേരയ്ക്ക് കാവ്യശിഖയുടെ പേരിലും സമാധാന ജ്വാല ക്യാമ്പയിന്റെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് വൈലോപ്പിള്ളി ടീമിന്റെ ഊർജ്ജസ്വലയായ തേരാളി ഡോക്ടർ സുഭാഷിണി മഹാദേവനാണ്. ചടുലമായ ഭാഷയോടുകൂടി നമ്മുടെ യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് സംസാരിച്ച ഡോക്ടർ സുഭാഷിണി മഹാദേവന് കാവ്യശിഖയുടെ പേരിലും സമാധാന ജ്വാല ക്യാമ്പയിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കാവ്യശിഖ തുടങ്ങിയ സമാധാന ജ്വാല എന്ന ഈ ഒരു ക്യാമ്പയിനിൽ നമ്മളോട് കൂടെ ചേർന്ന എല്ലാ എഴുത്തുകാർക്കും, കേരളത്തിന്റെ അങ്ങോളമുള്ള എഴുത്തുകാർക്കും, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് ഈ സമാധാന ജ്വാലയ്ക്ക് പിന്നിൽ അണിനിരുന്നവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്